തേങ്ങയുടെ വെള്ളം മിക്ക ദിവസങ്ങളിലും നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും അത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തേങ്ങ വെള്ളം നമ്മൾ കളയാതെ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു 3-4 തേങ്ങയുടെയൊക്കെ വെള്ളമാകുമ്പോഴേക്കും 1-2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് ഉപയോഗിച്ചിട്ട് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങ വെള്ളം ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു നല്ല ടേസ്റ്റി ജ്യൂസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ വലിയൊരു ഗ്ലാസ്സിൽ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം തേങ്ങ വെള്ളമാണ് ഉള്ളത്. ഒരു 3 തേങ്ങയുടെ വെള്ളമാണിത്. അപ്പോൾ ഇതൊരു വലിയ ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ ഇത്രയും വെള്ളം മതിയാവും. അപ്പോൾ ഈ വെള്ളം നമുക്ക് ആദ്യം ഒരു മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് ഞാൻ ചേർക്കുന്നത്. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് ഒന്ന് മുഴുവനായിട്ട് ചേർക്കാം. ഞാനിപ്പോൾ പകുതിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ചെറുനാരങ്ങയാണ്, ചെറുതാണെങ്കിൽ ഒരെണ്ണം മുഴുവൻ ചേർക്കാം. ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാര, അതായത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു 2 തുള്ളി വരെ ഓറഞ്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം. ഇനി കളർ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 2 തുള്ളി ഓറഞ്ച് കളറും കൂടി ചേർത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കൊരു അരിപ്പയിലൂടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള തേങ്ങാവെള്ളം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, നല്ലൊരു തണുപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ കളർ ഇഷ്ടമില്ലാത്തവർക്ക് കളർ ചേർക്കണ്ട, അല്ലാണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. തേങ്ങാവെള്ളത്തിൻ്റെ കളറ് കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്താലും മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. എങ്ങനെയാണെങ്കിലും നമുക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് തേങ്ങാവെള്ളം ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്